പ്രശ്നം നേട്ടാ, കഴിഞ്ഞ ദിവസങ്ങളിൽ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി, അതായത് CPM-ന്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി P. മോഹനൻ മാസ്റ്റർ ഈ മെക്സവനുമായി ബന്ധപ്പെട്ട് ചില ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചിരുന്നു. പിന്നീട് അദ്ദേഹം അതിൽ നിന്ന് പുറകോട്ട് പോയി. പക്ഷെ അദ്ദേഹം ആരോപണം ഉന്നയിക്കുന്ന സമയത്ത് തന്നെ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അതായത് ജമാഅത്തെ ഇസ്ലാമി മൗദൂദിസ്റ്റുകൾ ഇവിടെ അധികാരം പിടിച്ചു കഴിഞ്ഞാൽ ആദ്യം ഓടേണ്ടി വരിക ഹിന്ദുക്കളാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇത് തന്നെയാണ് കുറേ കാലമായി പലരും പറഞ്ഞുകൊണ്ടിരിക്കുന്നതും. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഇടത് വലത് കക്ഷികളൊന്നും അംഗീകരിക്കാതിരുന്ന ഒരു സത്യം എന്ന് പറയുന്നത്. പക്ഷേ അത് ഇപ്പോൾ CPM-ന്റെ പല നേതാക്കന്മാരുടെയും വായിൽ നിന്ന് വീഴുന്നുണ്ട്. ഇന്ന് വിജയരാഘവൻ ചില കാര്യങ്ങൾ പറഞ്ഞു വയനാടുമായി ബന്ധപ്പെട്ട്. അതിന് തൊട്ട് മുമ്പ് ഈ പറഞ്ഞതുപോലെ നമ്മുടെ സുധാകരൻ ചില കാര്യങ്ങൾ പറയുകയുണ്ടായി. അങ്ങനെ പല വിധത്തിലും പിണറായി വിജയൻ തന്നെ ജമാഅത്തെ ഇസ്ലാമിക്കെതിരായിക്കൊണ്ടും മറ്റു കാര്യങ്ങളെതിരായിക്കൊണ്ടൊക്കെ രംഗത്തെത്തുന്ന ഒരു കാഴ്ചയും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ CPM നേതാക്കൾക്ക് മൊത്തം എന്താണ്, ഈ വിവരം വെച്ചതാണോ, ഇനി അതല്ല വേറെന്തെങ്കിലും തന്ത്രമാണോ, എന്താണ്? അത്ഭുതപ്പെടണ്ട, അത് വിവരം വെച്ചതൊന്നുമല്ല, അവർക്ക് തിരിച്ചറിവുണ്ടായിരിക്കുകയാണ്. അതായത് അവരുടെ കാൽക്കീഴിൽ മണ്ണ് ഒലിച്ചു പോയി കുറേ, അത് ഇങ്ങനെയെങ്കിലും തിരിച്ചു പിടിക്കണം. അതിന് അവർ അധികാരത്തിൽ കയറാൻ വേണ്ടിയിട്ട് പയറ്റിയ തന്ത്രങ്ങൾ ഇന്ന് അവരെ തിരിഞ്ഞുകുത്തുക. അതാണ് ആ തിരിച്ചറിവാണ് അവർക്കുണ്ടായിരിക്കുന്നത്. ഞങ്ങളൊരു കാലത്ത്, അതായത് ഈ ബൂമറാങ് കണ്ടിട്ടുണ്ടല്ലോ, നമ്മൾ എറിയുമ്പോൾ അത് ലക്ഷ്യത്തിൽ ചെന്ന് കൊണ്ടില്ലെങ്കിൽ അത് കറങ്ങി തിരിഞ്ഞ് നമ്മുടെ നേരെ വരും. ഇവിടെ അതുപോലെയാണ് സംഭവിച്ചിരിക്കുന്നത്. അവർ എറിഞ്ഞുകൊണ്ടേയിരുന്നു, ആദ്യമൊക്കെ കൊണ്ട് ലക്ഷ്യത്തിലെത്തി, അത് കൊണ്ടു. പിന്നെ ഈ മൃഗങ്ങളെ വേട്ടയാടി പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഓസ്ട്രേലിയയിലൊക്കെ ഉപയോഗിക്കുന്ന, അവിടുത്തെ ആദിവാസി വിഭാഗങ്ങൾ ഉപയോഗിക്കുന്ന ഒരു ആയുധമാണ് ഈ ബൂമറാങ്, ഒരു വളഞ്ഞ ഒരു സാധനം. അതിങ്ങനെ എറിയുമ്പോൾ അത് ചെന്ന് ഈ ഏത് മൃഗത്തെയാണോ അവർക്ക് വേട്ടയാടേണ്ടത് അതിൻ്റെ കൃത്യമായിട്ട് ആ തലയ്ക്ക് തന്നെ അത് കൊള്ളും. ആ മർമ്മസ്ഥാനത്തൊക്കെ കൊണ്ട് അതവിടെ വീഴുമ്പോൾ ഇവർ പെട്ടെന്ന് ചെന്ന് അതിനെ പിടിക്കും. അപ്പോൾ അതുപോലെ അതിന് കുറച്ച് സമയത്തേക്ക് എണീറ്റ് ഓടാൻ പറ്റില്ല, ഈ തലയ്ക്ക് അടി കിട്ടുന്നത് കൊണ്ട്. അതുപോലെയാണ്, അത് കൊണ്ടില്ലെങ്കിൽ അത് തിരിച്ച് കറങ്ങി നമ്മുടെ അടുത്തേക്ക് വരും. അപ്പോൾ അത് നമുക്ക് പിടിച്ചെടുക്കാനുള്ള ഒരു കഴിവ് നമുക്ക് വേണം. അത് പ്രത്യേക പരിശീലനം കിട്ടിയാലേ പറ്റുള്ളൂ. അതുപോലെ CPM തുറന്നു വിട്ട അല്ലെങ്കിൽ എറിഞ്ഞ ഒരു ബൂമറാങ് ഇന്നിപ്പോൾ അവരെ തിരിഞ്ഞു കുത്തുകയാണ്. അവർ പയറ്റിയ തന്ത്രം ഇന്ന് അവർക്ക് തന്നെ പാരയായി മാറിയിരിക്കുകയാണ്. അത് തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് CPM നേതാക്കൾക്ക് ഈ മനം മാറ്റം, ഈ ചുവട് മാറ്റം ഒക്കെ. അപ്പം നമ്മൾ വിചാരിക്കും, അയ്യോ CPM ഇന്നലെ വരെ BJP പറഞ്ഞിരുന്ന ഡയലോഗൊക്കെയാണല്ലോ ഇന്ന് CPM പറയുന്നത്. ഒന്നുമല്ല, അവർക്ക് വളരെ കൃത്യമായിട്ട് അപകടം മനസ്സിലായി. അപ്പോൾ ആ അപകടത്തിൽ നിന്ന് കരകയറാൻ, അങ്ങനെയാണല്ലോ ഈ മുങ്ങിച്ചാകാൻ തുടങ്ങുമ്പം വക്കോൽ തുരുമ്പ് കിട്ടിയാലും കച്ചിത്തുരുമ്പ് കിട്ടിയാലും കയറി പിടിക്കും എന്ന് പറഞ്ഞ പോലെയാണ് CPM ഈ കളിയൊക്കെ ഇപ്പോൾ കളിക്കുന്നത്. അല്ലാതെ അതിനകത്ത് വേറെ യാതൊരു ആത്മാർത്ഥതയില്ല, ഒരു സത്യസന്ധതയും ഇല്ല. ഇപ്പോൾ അവർക്ക് ഈ അമിതമായ മുസ്ലിം പ്രീണനം നടത്തി മുസ്ലിം വോട്ടിന് വേണ്ടി അവർ വലിയ തോതിൽ പരിശ്രമിച്ചു. കാരണം അവർക്ക് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വോട്ടുള്ള ഒരു പാർട്ടി CPM ആണ്, കേഡർ വോട്ട്. അത് ഏതാണ്ട് മൊത്തം വോട്ടിൻ്റെ ഒരു 20% വരും. അവർക്ക് കൃത്യമായിട്ട് ആ വോട്ട്, അതായത് ആ ഒരു മണ്ഡലത്തിൽ ഇത്ര വോട്ട് അവർക്കുണ്ട് എന്ന് പറഞ്ഞാൽ ആ വോട്ട് അവിടെ കിട്ടിയിരിക്കും, സംശയമില്ല. പാർട്ടി അറിയാതെ ആ വോട്ട് എങ്ങോട്ടും പോവില്ല. അത് കാലാകാലങ്ങളിലായിട്ട് CPM ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന വർഗ ബഹുജന പോഷക സംഘടനകളിലൂടെ അവരാർജിച്ചിരിക്കുന്ന ഒരു എന്താ പറയുക, ഒരു നേട്ടമാണ്. പക്ഷെ കഴിഞ്ഞ 2 ലോക്സഭാ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഈ കണക്ക് കൂട്ടലുകൾ പാടെ പാർട്ടിക്ക് തെറ്റിപ്പോയി. അത് കഴിഞ്ഞ 2 ഇലക്ഷൻ മാത്രമല്ല, നമ്മൾ 2009 എടുത്ത് നോക്കൂ. 2009 പൊന്നാനിയിൽ പോയിട്ട് അബ്ദുൽ നാസർ മദനിയുടെ വലതുവശത്ത് കസേരയിട്ട് ഇരുന്ന് അന്നത്തെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ പ്രസംഗിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? 18 സീറ്റിൽ ജയിച്ച CPM 4 സീറ്റിലേക്ക് ചുരുങ്ങി, അല്ലേ? അതെ. അവിടെ നിന്ന് ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അവർക്ക് വലിയ നേട്ടം കൊയ്യാൻ സാധിച്ചിട്ടില്ല. ആകെ അവർക്ക് നേട്ടം ഉണ്ടായത് 2014 4 എന്നുള്ളത് 8 സീറ്റാക്കി വർദ്ധിപ്പിക്കാൻ പറ്റി. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, ആ 2014 BJP പല ലോക്സഭാ മണ്ഡലങ്ങളിലും കനത്ത രീതിയിൽ വോട്ട് പിടിച്ചു. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ചില സ്ഥലങ്ങളിൽ കോൺഗ്രസ് തോറ്റു, ചില സ്ഥലങ്ങളിൽ CPM തോറ്റു. അത് ആ മണ്ഡലത്തിൻ്റെ സ്വഭാവവും മണ്ഡലത്തിലെ അടിസ്ഥാന വോട്ടുകൾ, അടിസ്ഥാന രാഷ്ട്രീയം ഒക്കെ അതിനൊരു ഘടകമാണ്. പക്ഷേ 2019 വരുമ്പോഴോ കേവലം 1 സീറ്റിലാണ് അന്ന് ജയിക്കാൻ പറ്റിയത്. 2024 അത് തന്നെ ആവർത്തിച്ചു. ഈ
നമ്മുടെ ഇദ്ദേഹം കെ രാധാകൃഷ്ണൻ സാറ് മത്സരിച്ച ആലത്തൂർ മണ്ഡലത്തിൽ മറ്റാരെങ്കിലുമാണ് മത്സരിച്ചിരുന്നതെങ്കിൽ അവിടെയും തോറ്റേനെ. 2019 അത് തന്നെ സംഭവിച്ചു. ആലപ്പുഴയിൽ ഷാനിമോൾ ഉസ്മാന് പകരം വേറൊരു കോൺഗ്രസ് പുരുഷ നേതാവാണ് മത്സരിച്ചിരുന്നതെങ്കിൽ ഒരു പക്ഷേ സ്ഥിതി മാറിയേനെ അല്ലേ. അവിടെയും BJP നല്ല രീതിയിൽ വോട്ട് പിടിച്ചു. അതും കോൺഗ്രസ്സിന് കിട്ടേണ്ട വോട്ടായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. പക്ഷേ ഈ 2024 വന്നപ്പോഴത്തേക്കും വലിയ തോതിൽ വ്യത്യാസം വന്നു. കാരണം CPMന് അറിയാം അവരുടെ വോട്ട് എവിടെയൊക്കെയാണ്, എത്രയൊക്കെ പോൾ ചെയ്യപ്പെടും. ഓരോ ബൂത്തിലെ കണക്ക് വരെ അവർക്കറിയാം. അവരെ ഞെട്ടിപ്പിക്കുന്നത് കേരളത്തിൽ പാറശാല തൊട്ട് മഞ്ചേശ്വരം വരെയുള്ള സ്ഥലങ്ങളിലെ മണ്ഡലങ്ങളിലെ ബൂത്ത് തലത്തിൽ അവർക്ക് വോട്ടുകൾ കുറഞ്ഞിരിക്കുന്നു. ഈ സത്യം CPM തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് ഇപ്പോൾ ഈ ജമാഅത്ത് ഇസ്ലാമിയെയും മുസ്ലിം ലീഗിനെയൊക്കെ പഴി പറഞ്ഞുകൊണ്ട് ഞങ്ങളാണ് യഥാർത്ഥ മതേതരത്വത്തിൻ്റെ വക്താക്കൾ, സംസ്കാരത്തിൻ്റെ വക്താക്കൾ, ഈ നാടിൻ്റെ യഥാർത്ഥ അവകാശികൾ ഞങ്ങളാണ്, ഞങ്ങൾക്ക് മാത്രമേ ഈ നാടിനെ രക്ഷിക്കാൻ പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ട് വന്നിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമാണ് ഇപ്പോൾ നടക്കുന്ന പല നാടകങ്ങളും. മെക്സവൻ്റെ കാര്യം അവിടെ നിൽക്കട്ടെ. മെക്സവൻ്റെ കാര്യത്തിൽ വേറെ ചില സംശയങ്ങളും ദുരൂഹതകളും ഉണ്ട്. ആ ദുരൂഹതകൾ നീക്കിയ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഇവിടെ ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്ന കാര്യം CPM പലതരത്തിൽ ഇപ്പോൾ പറഞ്ഞല്ലോ, വയനാട് വിജയത്തെക്കുറിച്ച് വിജയരാഘവൻ പറഞ്ഞ കാര്യങ്ങൾ, അതുപോലെ നമ്മുടെ P. മോഹനൻ്റെ പ്രസ്താവനകൾ, എന്തിന് സാക്ഷാൽ പിണറായി വിജയൻ തന്നെ മുസ്ലിം ലീഗിനെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് കുറ്റപ്പെടുത്തിക്കൊണ്ട് വലിയ തോതിൽ മുസ്ലിം ലീഗിനെ ആക്രമിച്ചുകൊണ്ട് ഒക്കെ രംഗത്ത് വന്നിരിക്കുന്നു. ഇതല്ല, അതായത് ഞങ്ങൾ മുസ്ലിം പ്രീണനം നടത്തുന്നില്ല, ഞങ്ങൾ വളരെ കൃത്യമായിട്ട് ഹിന്ദുക്കളിലെ ദളിത് പിന്നാക്ക വിഭാഗങ്ങളെ, അതാണ് പാർട്ടിയുടെ ശക്തി. ഈ OBC ദളിത് SC ST വിഭാഗങ്ങളുടെ വോട്ടാണ് പാർട്ടിയുടെ വോട്ട് ബാങ്ക്. അതിൻ്റെ കൂട്ടത്തിൽ ഈ മുന്നാക്ക സമുദായത്തിലെ സർക്കാർ ഉദ്യോഗസ്ഥർ അങ്ങനെയൊക്കെ ഉള്ളവരുണ്ടല്ലോ, പാർട്ടിയുടെ ഈ വർഗ ബഹുജന പോഷക സംഘടനകളിലൊക്കെ പ്രവർത്തിക്കുന്നവർ, അവരും കൂടി ചേരുമ്പോഴാണ് പാർട്ടിക്ക് ഒരു കെട്ടുറപ്പുണ്ടാകുന്നത്, പാർട്ടിയുടെ ഒരു വോട്ട് ബാങ്ക് ഉണ്ടാകുന്നത്. ആ വോട്ട് ബാങ്കിൽ കനത്ത വിള്ളൽ വീണിരിക്കുകയാണ്. ഇതാണ് കാര്യം. അല്ല, കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദു പാർട്ടി എന്ന് പറയുന്നത് CPM ആണ്. അത് ഏത് നിലയിൽ നോക്കിയായിരുന്നു? അതെ, ഹിന്ദു പാർട്ടി എന്ന് ഞാൻ പറയുന്നത് ഹിന്ദുക്കൾ വോട്ട് ചെയ്യുന്ന പാർട്ടി എന്നുള്ള ഉദ്ദേശത്തിന് പറഞ്ഞു, അല്ലാണ്ട് ഹിന്ദുക്കളോട് സ്നേഹമുള്ള പാർട്ടി എന്നുള്ള അർത്ഥത്തിലല്ല. മനസ്സിലായി. അപ്പം ഹിന്ദു പാർട്ടി ആയിരുന്ന CPMന് ആ ഹിന്ദു വോട്ടുകളിൽ വലിയ ഷിഫ്റ്റ് സംഭവിച്ചിരിക്കുന്നു എന്ന തിരിച്ചറിവ് അവർക്കുണ്ടായിരുന്നു. ഏറ്റവും പ്രധാനമായിട്ടും OBC വിഭാഗം, ഇപ്പൊ മലബാറിലൊക്കെ OBC വിഭാഗം CPMന്റെ നിർണായകമായ ശക്തിയാണ്. ആ OBC വിഭാഗവും അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ SC ST വിഭാഗവും ആണ് CPM നിലനിർത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഒരിക്കലും തങ്ങളെ വിട്ടുപോകില്ല എന്ന് കരുതിയ OBC വിഭാഗം പോലും ഇപ്പോൾ CPMനെ കൈവിടുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു. രണ്ടാമത്തത് ഈ സർക്കാർ ജീവനക്കാരിലുള്ള ആളുകൾ, ഇപ്പോൾ പാലക്കാട് നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ആദ്യം ഈ പോസ്റ്റൽ വോട്ടുകൾ എണ്ണി. പോസ്റ്റൽ വോട്ടുകളിൽ പറയുന്ന ഇയാളാണ് മുമ്പിൽ നിന്നത്, കൃഷ്ണകുമാറാണ് മുമ്പിൽ നിന്നത്. അപ്പോൾ സംസ്ഥാന സർക്കാർ ഉദ്യോഗസ്ഥർ പോലും എല്ലാം അറിയുന്നവരാണല്ലോ സംസ്ഥാന സർക്കാർ ഉദ്യോഗസ്ഥർക്ക്. ഈ സർക്കാരിൻ്റെ പോളിസികൾ, നയങ്ങൾ, ഇവൾ ചെയ്ത് കൂട്ടുന്ന തെമ്മാടിത്തരങ്ങൾ എല്ലാം അറിയുന്ന ആളുകളാണ്. അപ്പോൾ സാധാരണ ഒരു തെരഞ്ഞെടുപ്പ്, പ്രത്യേകിച്ച് ഒരു ഉപതെരഞ്ഞെടുപ്പൊക്കെ വരുമ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥരുടെ വോട്ടുകൾ നേരെ പോവുക CPMലേക്കാണ്. പക്ഷെ അത് ഇവിടെ സംഭവിച്ചതേ ഇല്ല. പുറകിലായി പോയി. അപ്പോൾ എല്ലാ ആളുകളും തിരിച്ചറിയുന്നുണ്ട് ഈ തരത്തിൽ CPM ചെയ്തു വെച്ച ന്യൂനപക്ഷ പ്രീണനം എന്ന ഭൂതം ഇവരെ തന്നെ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്നു. കുടം തുറന്നു വിട്ട ഭൂതം. അതെ, അവരെ വിഴുങ്ങുകയാണ്. അത് നേരെ മറ്റവർ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് ഞാൻ പറയാം. മലബാർ പ്രദേശം എടുത്തു കഴിഞ്ഞാൽ അവിടെ തീയ സമുദായത്തിൻ്റെ വോട്ട് വലിയ തോതിൽ CPMന് കിട്ടുന്ന വോട്ടാണ്. അതുപോലെ നമ്പ്യാർ, അവിടുത്തെ നായർ, അതുപോലെ അതൊക്കെ മുന്നാക്ക വിഭാഗ വോട്ടുകളാണ്. തീയ വോട്ടുകളെന്ന് പറയുന്നത് OBC വോട്ടുകളാണ്. അതുപോലെ ഈ പാലക്കാടുള്ള മൂത്താൻ സമുദായം, ഇവരെല്ലാം ഇന്ന് CPMനെ കൈവിട്ടിരിക്കുകയാണ്. CPM ഈ സത്യം തിരിച്ചറിയുന്നുണ്ട്. ഇവർ വലിയ തോതിൽ ഇവരിൽ നിന്ന് വോട്ട് ഷിഫ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. പാർട്ടിയുടെ മിഷനറി അനുസരിച്ച്, പാർട്ടിയുടെ സ്ട്രക്ചർ അനുസരിച്ച് താഴെ തട്ടിലുള്ള ചെറിയ ചലനം പോലും പാർട്ടിക്ക് മനസ്സിലാവും, പാർട്ടി നേതാക്കൾക്ക് മനസ്സിലാവും, ഏരിയ കമ്മിറ്റിക്ക് മനസ്സിലാവും, ജില്ലാ കമ്മിറ്റിക്ക് മനസ്സിലാവും, സംസ്ഥാന കമ്മിറ്റിക്ക് മനസ്സിലാവും. ലോക്കൽ കമ്മിറ്റിയിൽ എന്ത് നടക്കുന്നു എന്ന് വളരെ കൃത്യമായിട്ട് പാർട്ടി മേൽത്തട്ടിൽ വരെ അറിയുന്നുണ്ട്.
അല്ല, അതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ പാർട്ടി ഇത്തരത്തിൽ ചില നിലപാടുകൾ സ്വീകരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. തീർച്ചയായിട്ടും അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അല്ലാതെ പാർട്ടിക്ക് ഒരു സുപ്രഭാതത്തിൽ ഹിന്ദുക്കളോട് സ്നേഹം, മുസ്ലിങ്ങളോട് വെറുപ്പ്, ഇതൊന്നുമല്ല. അവരുടെ അടിസ്ഥാന വോട്ട് 20% വോട്ട് എന്ന് പറയുന്ന ഒരു വോട്ട് ബാങ്ക് അവരുടെ കയ്യിലുണ്ട്. ആ വോട്ട് ബാങ്കിൽ കനത്ത വിള്ളൽ വീണിരിക്കുന്നു. ആ വിള്ളൽ മറയ്ക്കാൻ വേണ്ടിയിട്ട് CPM നടത്തുന്ന നാടകങ്ങളാണ് ഇതൊക്കെ. അതിൻ്റെ ഭാഗമാണ് ഈ ജമാഅത്ത് ഇസ്ലാമിയെ ചീത്ത പറയുക, മുസ്ലിം ലീഗിനെ ചീത്ത പറയുക, പോപ്പുലർ ഫ്രണ്ടിനെ ചീത്ത പറയുക, അതിൻ്റെ പേരിൽ പുസ്തകങ്ങൾ എഴുതുക, ഇസ്ലാമിക രാഷ്ട്രീയത്തെക്കുറിച്ച് പുസ്തകങ്ങൾ എഴുതുക, രാഷ്ട്രീയ ഇസ്ലാം, ഇസ്ലാമിക രാഷ്ട്രീയം എന്നൊക്കെ പറഞ്ഞ്, പൊളിറ്റിക്കൽ ഇസ്ലാം എന്നൊക്കെ പറഞ്ഞ് പുസ്തകങ്ങൾ എഴുതുക, നേതാക്കൾ പ്രസംഗിക്കുക. ഇതൊക്കെ CPM ആകെ ചഞ്ചലപ്പെട്ടിരിക്കുകയാണ്. അവർ വല്ലാത്ത ഭീതിയിലാണ്, വല്ലാത്ത ഭയത്തിലാണ്. ഒരു കാര്യം കൂടി ചോദിക്കട്ടെ, അതായത് ഇനി ഒരു അവസരം കൂടെ വന്നാൽ, അതായത് ജമാഅത്തെ ഇസ്ലാമിയെയും അതുപോലെ പോപ്പുലർ ഫ്രണ്ടിനെയും ഒക്കെ, പോപ്പുലർ ഫ്രണ്ട് ഇപ്പോൾ ഇല്ല, പക്ഷെ അവർ പല രൂപങ്ങളിൽ പലതിടത്തുമുണ്ട്, ആ തരത്തിൽ വെൽഫെയർ പാർട്ടി ഉൾപ്പെടെയുള്ള പാർട്ടികളുമായിട്ടൊക്കെ കൂട്ടുകൂടാൻ കഴിയാവുന്ന ഒരു സാഹചര്യം CPM-ന് ഇനിയും വരികയാണെങ്കിൽ അവർ ഇനിയും ആ രീതിയിൽ അവരതൊക്കെ തന്നെ ചെയ്യും. തീർച്ചയായിട്ടും അവരുടെ ജയത്തിന് വേണ്ടി എന്തും ചെയ്യും, ഏതറ്റം വരെയും പോകും. ശരി.